ആദ്യമായിട്ടല്ല കേരളത്തിൽ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ദുരന്തമുണ്ടാകുന്നത്. കൊല്ലത്ത് പുറ്റിങ്ങലിൽ നടന്ന ദുരന്തം നമുക്കറിയാം. 100-ലധികം മനുഷ്യരാണ് വെന്തു മരിച്ചത്. അതിനുശേഷം നീലേശ്വരത്ത്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അമ്പലത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായി സ്റ്റോർ ചെയ്ത പടക്കങ്ങൾ, വെടിമരുന്നുകൾ കത്തി തീ പിടിച്ച ആളുകൾ മരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് തൃശ്ശൂരിൽ സംഭവിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പും അതിൻ്റെ നിയമവും പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. അത് നിയമവിരുദ്ധമായിട്ടാണ് ഇത് സംഘടിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാദം, പ്രത്യേകിച്ച് പൂരപ്രേമികൾ എന്ന് വിളിക്കുന്നവരുടെ ഒരു വാദം, ഇതിനെ നിരോധിക്കുകയല്ല, മറിച്ച് നിയമവ്യവസ്ഥകൾ നടപ്പാക്കിക്കൊണ്ട് ഈ ഉത്സവം നടത്തുകയാണ് വേണ്ടതെന്നുള്ളതാണ്. കേൾക്കുമ്പോൾ ശരിയാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഒരു വാദമാണെങ്കിലും അത് അസംബന്ധമാണ്, നിയമപരമായി തെറ്റായിട്ടൊരു വാദമാണ്. ഇന്ത്യയിലെ നിയമം രാത്രി 10 മണിക്ക് ശേഷം രാവിലെ 6 മണിക്കുള്ളിൽ ഒരു ശബ്ദ വെടിക്കെട്ടും നടത്താനുള്ള അനുമതിയും നൽകുന്നില്ല. നിയമം വളരെ ക്ലിയറാണ്. 2010 വരെ ഇത്തരത്തിൽ ഒരു കർശനമായ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ കേന്ദ്ര ചട്ടം, ഈ ശബ്ദ മലിനീകരണവുമായി ബന്ധപ്പെട്ട ചട്ടം പരിഷ്കരിക്കപ്പെട്ട് അതിനകത്ത് 5A എന്ന് പറയുന്ന പുതിയ ചട്ടം ഉൾച്ചേർപ്പിക്കുകയും അങ്ങനെ ചേർത്ത ചട്ടം പറയുന്നത് ഫയർ ക്രാക്കേഴ്സ്, ശബ്ദമുണ്ടാക്കുന്നവ ഒരു കാരണവശാലും രാത്രി 10 മണിക്ക് ശേഷം രാവിലെ 6 മണിക്ക് മുമ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് തൃശ്ശൂർ പൂരത്തിനോ മറ്റേതെങ്കിലും ഒരു പൂരത്തിനോ ഇളവില്ല. എന്ന് മാത്രമല്ല, ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് തുടങ്ങിയ ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭരണഘടനയോ നിയമമോ ഒന്നും ബാധകമല്ല എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ്. വാസ്തവത്തിൽ ഇത്തരം ആളുകൾ വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ അവർ ജയിലിലാവേണ്ടതാണ്. ഈ ഭരണഘടനയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഒരുപാട് അനാചാരങ്ങൾ ഇത്തരത്തിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, പൊതു ആരോഗ്യവും പൊതുസമാധാനവും നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇത്തരം ആചാരങ്ങൾ നടപ്പാക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ഒരു സംരക്ഷണവും ഒരു മത ആചാരത്തിനും ഇല്ല. അപ്പോ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിൽ എല്ലാ വർഷവും അറിഞ്ഞുകൊണ്ട് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും അവിടുത്തെ ജില്ലാ ഭരണകൂടവും പോലീസും ഒത്തുചേർന്നുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. അവിടുത്തെ ജനപ്രതിനിധികളും ഇതിന്റെ ഭാഗമായി. ഒന്ന്, ശബ്ദമുണ്ടാക്കുന്ന, ഗർഭം കലക്കി എന്നൊക്കെ തൃശ്ശൂരിൽ പറയുന്ന വലിയ ശബ്ദമുണ്ടാക്കുന്ന പടക്കങ്ങളാണ് രാത്രി ഉപയോഗിച്ചിരുന്നത് 12 മണിക്ക് ശേഷം. അപ്പൊ ഇതുണ്ടാക്കണമെങ്കിൽ നൈട്രേറ്റ് പോലെ നിരോധിക്കപ്പെട്ട മിശ്രിതങ്ങൾ ആവശ്യമാണ്. നിരോധിക്കപ്പെടാത്ത മിശ്രിതങ്ങൾ ഉപയോഗിച്ചാൽ വളരെ ചെറിയ ശബ്ദം മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ശബ്ദമുള്ള പടക്കം പൊട്ടിക്കാനുള്ള കരാറാണ് ഈ ദേവസ്വങ്ങൾ ഈ ലൈസൻസിയുമായി ഉണ്ടാക്കുന്നത്. അപ്പൊ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കരാർ ആ അർത്ഥത്തിൽ തന്നെ നിയമവിരുദ്ധമാണ്. ആ കരാറിന് ഒരു സാധുതയുമില്ല. ഈ കരാറിന്റെ പേര് പറഞ്ഞിട്ടാണ് ജില്ലാ കളക്ടറും പോലീസും അടങ്ങുന്ന വലിയ ജില്ലാ ഭരണകൂടത്തിന്റെ വലിയ സംഘം യോഗം ചേരുകയും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ നിയമപരമായ നടത്തിപ്പ് തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഈ നിയമം ലംഘിക്കാൻ കൂട്ടുനിൽക്കുന്നത് വ്യക്തമാണ്. എക്സ്പ്ലോസീവ്സ് ശേഖരിക്കുന്നതിനും നിർമ്മിക്കുന്നതിനും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും അത് ഉപയോഗിക്കുന്നതിനും പലതരത്തിലുള്ള ലൈസൻസുകൾ ആവശ്യമാണ്. മാനുഫാക്ചറിംഗ് നടത്താൻ അംഗീകൃതമായിട്ടുള്ള സൈറ്റുകൾ തൃശ്ശൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇല്ല. 15 കിലോ വരെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ജില്ലാ കളക്ടർ സാധാരണയായിട്ട് അനുമതി നൽകുന്നത്. അത് വലിയ തോതിൽ ശേഖരിക്കാനുള്ള അനുമതി 2 ദേവസ്വങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. പക്ഷെ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ലൈസൻസും തൃശ്ശൂരിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ പോലീസും ജില്ലാ ഭരണകൂടവും അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ദുരന്തം നടന്ന പ്രദേശത്ത് ഓപ്പൺ എയറിൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ലൈസൻസ് ഇല്ലാതെ ഇത്തരത്തിലൊരു വെടിക്കെട്ട് നിർമ്മാണം നടന്നിട്ടുള്ളൂ. ഇത് എല്ലാ വർഷവും നടക്കുന്നതാണ്. ചർച്ചകളിൽ ദേവസ്വത്തിന്റെ പ്രതിനിധി വന്ന് യാതൊരു നാണവുമില്ലാതെ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് ഒരു വർഷവും ലൈസൻസ് കിട്ടാറില്ല എന്നുള്ളതാണ്. എക്സ്പ്ലോസീവ് ലൈസൻസ് കിട്ടാതെ തന്നെ കഴിഞ്ഞ വർഷത്തെ ലൈസൻസിന്റെ ബലത്തിൽ അവർ വെടിക്കപ്പുകൾ നിർമ്മിക്കുകയും വലിയ തോതിൽ സംഭരിക്കുകയും നിയമവിരുദ്ധമായി അത് നിർമ്മിച്ച് സംഭരിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ഉപയോഗിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം, തൃശ്ശൂർ പൂരത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം ഈ അനുമതികൾ കിട്ടുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്തുകൊണ്ട്? ജില്ലാ ഭരണകൂടം അവസാന നിമിഷം ഇത് കൊടുക്കും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത്. അങ്ങനെ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് നിയമം വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുക? അപ്പൊ ഇത് ഭരണകൂടം തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇനി അന്വേഷിച്ച് നോക്കിയാൽ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം വ്യക്തമാകും. ജില്ലാ ഭരണകൂടം സാധാരണഗതിയിൽ തൃശ്ശൂർ പൂരത്തിന് അനുമതികൾ നൽകാറില്ല. അവസാന നിമിഷത്തേക്ക് ഇത് വെക്കുന്ന എന്തിനാണെന്നറിയാമോ? ഇതുമായി ബന്ധപ്പെട്ട ആരും ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാനിരിക്കാനാണ്. കാരണം കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒരു മിനിമം സമയം വേണം. അതില്ലാതിരിക്കാൻ എല്ലാ വർഷവും ഇത് അവസാനത്തേക്ക് വെക്കും. പലപ്പോഴും
വെടിക്കെട്ട് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഉത്തരവുകൾ ഇടുകയും അതിന്റെ കോപ്പി വെടിക്കെട്ട് നടന്നതിന് ശേഷം ദുരന്തം ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി അവനവന്റെ തടി സംരക്ഷിച്ചതിന് ശേഷം മാത്രം ഉദ്യോഗസ്ഥർ ഇറക്കുകയും ചെയ്യുന്നു എന്നാണ് രഹസ്യമായിട്ട് പോലീസുകാരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും നമ്മളോട് പറയുന്നത്. അപ്പോ ഇതിൽ നിന്ന് തന്നെ ഭരിക്കുന്ന സർക്കാരിന്റെ പ്രതിനിധികളായിട്ടുള്ള മന്ത്രിമാർ, MLA-മാരൊക്കെ ചേർന്ന് നടക്കുന്ന കളക്ടറേറ്റിൽ നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് എല്ലാ വർഷവും എക്സ്പ്ലോസീവ്സ് ആക്ട് അവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഈ വർഷവും വയലേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായത്. ദുരന്തത്തിന്റെ കാരണം പരിശോധിക്കാനായിട്ട് നമുക്ക് ഒരുപക്ഷെ വെയിലാണോ മറ്റെന്തെങ്കിലും സ്പാർക്കാണോ കാരണം എന്ന് പരിശോധിക്കാം. 45 ഡിഗ്രിയിൽ കൂടുതൽ ചൂടുള്ള ജയ്പൂരും മറ്റും ഇതിലും കൂടുതൽ വെടിക്കോപ്പുകൾ ഉണക്കി ഉണ്ടാക്കിയിട്ടും അവിടെ ഒരു അപകടവും ഉണ്ടാകുന്നില്ല. അപ്പൊ ഇതിനകത്ത് അപകടം സംഭവിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ ദുരന്ത വ്യാപ്തി കൂടിയത് ഈ പ്രിക്കോഷൻസ് ഒന്നും എടുക്കാത്തതുകൊണ്ടാണെന്ന് വ്യക്തമാണ്. ഫയർ എഞ്ചിൻ പോകാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല, അപ്രൂവ്ഡ് ആയിട്ടുള്ള സൈറ്റ് ആയിരുന്നില്ല, ചെതറി തെറുക്കിയായിരുന്നു മനുഷ്യർ എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഉപയോഗിച്ച മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ള ടെസ്റ്റ് പോലും വേണ്ടത്ര രീതിയിൽ പോലീസ് നടത്തിയിട്ടുമില്ല എന്ന് കാണാം. ഓരോ വർഷവും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 100 മീറ്റർ വിട്ട് ബാരിക്കേഡുകൾ കെട്ടി ആളുകളെ മാറ്റി നിർത്തണം എന്നുള്ളതാണ്. രാത്രി വെടിക്കെട്ട് പാടില്ല എന്നുള്ളതാണ്. വർണ്ണചിത്രങ്ങൾ ഉണ്ടാക്കുന്ന വെടിക്കെട്ട് കോപ്പുകൾ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക. 90 ഡെസിബലിൽ കൂടുതൽ ശബ്ദം പാടില്ല. 4 മീറ്റർ അപ്പുറത്ത് ടെസ്റ്റ് ചെയ്താൽ പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഇതൊക്കെ പാലിച്ചോളാം എന്ന് പറഞ്ഞാണ് ഈ 2 ദേവസ്വങ്ങളും ഓരോ വർഷവും തൃശ്ശൂർ പൂരം നടത്തുന്നത്. അല്ല, ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാരോ ജില്ലാ ഭരണകൂടമോ പോലീസോ ഇവരോട് നിയമം പാലിക്കണം കർശനമായി, ഉദാഹരണത്തിന് ആരൊക്കെയാണ് ഈ വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്നത്, അവരുടെ വിശദാംശങ്ങൾ തരൂ എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് ചോദിച്ച് പോലീസ് ഒരു കത്ത് കൊടുത്താൽ ഞങ്ങൾ ഈ വർഷം പൂരം നടത്തുന്നില്ല, പോലീസ് ഞങ്ങളുടെ പൂരം നടത്താൻ സമ്മതിക്കുന്നില്ല എന്ന വിചിത്രമായിട്ടുള്ള ഒരു വെല്ലുവിളിയോടുകൂടിയാണ് ഈ ദേവസ്വങ്ങൾ രംഗത്ത് വരുന്നത്. അങ്ങനെ പോലീസിനെതിരായി ഒരു ലോക്കൽ ജനങ്ങളെ തിരിക്കുകയും ഒരു കലാപാഹ്വാനം പോലെ പോലീസിനെ അവിടെ ഇട്ട് ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ സർക്കാരിന്റെ പ്രതിനിധികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ ഇതിൽ ഇടപെടുകയും ഈ രാഷ്ട്രീയ നേതൃത്വം ഇത് നടത്താൻ ഇവരെ സമ്മതിക്കുകയും പോലീസുകാരോട് മിണ്ടാതിരിക്കാൻ, നിയമത്തിനെതിരെ കണ്ണടയ്ക്കാൻ, നിയമലംഘനത്തിനെതിരെ കണ്ണടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണ് ഓരോ വർഷവും ഈ പൂരം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പൂരപ്രേമികൾ എന്ന പേരിൽ നിയമം കയ്യിലെടുത്ത് സർക്കാർ സംവിധാനങ്ങളെ അട്ടിമറിച്ച് ഓരോ വർഷവും ഈ കെട്ടിയ ബാരിക്കേഡുകൾ അഴിപ്പിക്കുകയും കൂടുതൽ അകത്തേക്ക് ആളുകൾ കയറുകയും എല്ലാ നിയമവും കാറ്റിൽ പറത്തി അവിടെ പൂരത്തിന്റെ പേരിലുള്ള ആഘോഷങ്ങൾ നടക്കുകയും ചെയ്യും. വാസ്തവത്തിൽ ഈ ആന എഴുന്നള്ളിപ്പോ ഈ പടക്ക നിർമ്മാണമോ അതിന്റെ വിനിയോഗമോ ഒന്നും തൃശ്ശൂർ പൂരത്തിന്റെ ആചാരത്തിന്റെ ഭാഗമല്ല. തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രി എടുക്കുന്ന തീരുമാനമാണല്ലോ വിശ്വാസപരമായി അന്തിമമായിട്ടുള്ള തീരുമാനം. കേരളത്തിലെ തന്ത്രി സമാജം തന്നെ നേരിട്ട് രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ആനയുടെ പുറത്തുള്ള എഴുന്നള്ളിപ്പ് ഈ വിശ്വാസ പ്രമാണങ്ങളുടെ ഒന്നും കേരളത്തിലെ ഒരു അടിസ്ഥാന വിശ്വാസ ഗ്രന്ഥത്തിന്റെയും ഭാഗമായി നടക്കുന്ന ആചാരമല്ല. ഈ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഈ ഏതാണ്ട് 3000-ലേറെ വർഷം പഴക്കമുള്ള കേരളത്തിലെ അമ്പലങ്ങളിലെ വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമേ അല്ല. കാരണം 150-200 വർഷം മുമ്പാണ് ഈ വെടിക്കോപ്പുകൾ കണ്ടുപിടിച്ചത് പോലും. ആ ചൈന പോലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആർക്കും കുഴപ്പമില്ലാത്ത വർണ്ണ ചിത്രങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന വെടിക്കോപ്പുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു തരം വാശിയാണ്. മാത്രമല്ല പോലീസിനോട് അന്നേരം ഈ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് നേർക്കുനേർ മുട്ടുന്നത് മദ്യപിച്ചവരും അങ്ങനെ പലതരത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളാണെന്നുള്ളത് പലപ്പോഴായി FIR-കളിലൂടെ റിപ്പോർട്ടുകളിലൂടെ ഒക്കെ തെളിവായിട്ടുള്ള സംഗതിയാണ്. അപ്പോ ഒരു ക്രിമിനൽ സംഘം നിയമം കയ്യിലെടുത്ത് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ സഹായത്തോടുകൂടി, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ സഹായത്തോടുകൂടി, MLA-മാരുടെ സഹായത്തോടുകൂടി എക്സ്പ്ലോസീവ് നിയമം അട്ടിമറിച്ച് നടത്തുന്ന, നിയമത്തെ വെല്ലുവിളിച്ച് നടത്തുന്ന ഒരു പ്രക്രിയയാണ് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് എന്ന് പറയുന്നത്. ഇത് ചോദ്യം ചെയ്യാൻ ഈ നാട്ടിലെ ഒരു സംവിധാനത്തിനും കഴിയുന്നില്ല എന്നുള്ളതാണ്. പോലീസ് സർക്കാരിന്റെ കീഴിൽ നിശബ്ദമാണ്. ജില്ലാ ഭരണകൂടം സർക്കാരിന്റെ ഏറാൻമൂളികളായി നിയമം ലംഘിക്കാൻ കൂട്ടുനിൽക്കുന്ന ആളുകളായിട്ട് മാറുകയാണ്. ഇതിലെല്ലാം ഉത്തരം പറയേണ്ട ഒരു സംവിധാനമാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ജുഡീഷ്യറി ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇത്തരം പൂരത്തിന്റെ കാര്യം വരുമ്പോൾ നിയമവിരുദ്ധതയ്ക്ക് കൂട്ടുനിന്നുകൊണ്ട് ഇത്തരം കേസുകൾ കേൾക്കാതെ നീട്ടിവെക്കുകയോ അതിൽ അന്തിമമായ തീരുമാനമെടുക്കാതിരിക്കുകയോ നിയമം വായിച്ചു നോക്കി ഈ നിയമം കർശനമായി പാലിക്കണം എന്ന് സർക്കാരിന് നിർദ്ദേശം നൽകാതെ ഒഴിഞ്ഞു മാറുകയോ ആണ് പലപ്പോഴും ചെയ്യാറ്. മാത്രമല്ല ഏതെങ്കിലും എക്സ്പ്ലോസീവ് ലൈസൻസിന്റെ ആക്ട് പ്രകാരം ഉള്ള ഏതെങ്കിലും ലൈസൻസ് ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടമോ ADM-ഓ നിരസിക്കുകയാണെങ്കിൽ, സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് നിരസിച്ചാൽ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ നിയമത്തിലില്ലാത്ത, നിയമത്തെ വളച്ചൊടിക്കുന്ന ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും കോടതി വിധികൾ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കോടതി വിധിയിൽ പറയുകയാണ് ഈ എക്സ്പ്ലോസീവ്സിന്റെ പരിശോധന ഉദ്യോഗസ്ഥർ നേരിട്ട് പോയി നടത്തണ്ട,
ബന്ധപ്പെട്ട ലൈസൻസി കൊടുക്കുന്ന സാമ്പിളുകൾ മാത്രം പരിശോധിച്ച് തീരുമാനിച്ചാൽ മതി. അതുപോലെ ആശുപത്രികളുടെ പരിസരത്ത് ഈ വെടിക്കെട്ട് പാടില്ല എന്നാണ് നിയമം പറയുന്നത്. ആശുപത്രി നടത്തിപ്പുകാരന്റെ NOC വാങ്ങിച്ചുകൊണ്ട് ആ ആശുപത്രിക്ക് പരിസരത്ത് നടത്താമെന്നാണ് ഒരു കോടതി പറയുന്നത്. അവിടെ കിടക്കുന്ന രോഗിയുടെ കൺസെന്റ് ആരാണ് വാങ്ങിക്കുന്നത്? കൺസെന്റ് വാങ്ങിച്ചാൽ ഈ നിയമത്തിൽ ഇളവ് കിട്ടുമെന്ന് ഏത് നിയമത്തിലാണ് പറയുന്നത്? അപ്പോൾ ശബ്ദ മലിനീകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും ഉത്തരവുകളും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് വേണ്ട വിധത്തിൽ അഡ്രസ് ചെയ്യാതെ ജുഡീഷ്യറി പോലും കേരളത്തിൽ ഈ തൃശൂർ പൂരത്തിന്റെ പേരിലോ മറ്റു പൂരങ്ങളുടെ പേരിലോ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയെ, ഏതാണ്ട് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രവൃത്തിയെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ ഈ മരണങ്ങളെല്ലാം ഉണ്ടായിട്ടും ഒരു ആൾക്കെതിരായിട്ടും FIR എടുക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാത്തത്. ഇപ്പൊ തൃശ്ശൂരിൽ നടന്ന ഈ ദുരന്തത്തിൽ തന്നെ എക്സ്പ്ലോസീവ്സ് ആക്ടിന്റെ ലംഘനം നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെതിരായി കേസെടുക്കുകയും ഇതിന് ഒത്താശ നൽകിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ട പോലീസ് നാളിതുവരെയായി അത്തരം ശ്രമങ്ങൾ നടത്തുന്നില്ല. സർക്കാർ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ്, ഇനിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സർക്കാരിന്റെ കാലത്ത് സർക്കാർ നിശ്ചയിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും സർക്കാരിന് അനുകൂലമായി എഴുതി വാങ്ങിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് CN രാമേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റി ഇഷ്ടംപോലെ കേസുകളിൽ സർക്കാരിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ എഴുതി കൊടുത്തിട്ടുള്ള ആളാണ് CN രാമേന്ദ്രൻ എന്ന് പറയുന്ന മുൻ ഹൈക്കോടതി ജഡ്ജി. അപ്പൊ അദ്ദേഹത്തെ തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനായി വെക്കുകയും സർക്കാരിന് ആവശ്യമുള്ള റിപ്പോർട്ടുകൾ എപ്പോഴെങ്കിലും വളരെ പതുക്കെ എഴുതി മേടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് തടിയൂരാനുള്ള സർക്കാരിന്റെ മാർഗം. അപ്പോൾ നമ്മൾ ചെല്ലും ചെലവും കൊടുത്ത് പോറ്റുന്ന ഈ സർക്കാർ സംവിധാനങ്ങൾ ഈ നിയമം ലംഘിച്ചുകൊണ്ട് ആളുകളുടെ ജീവൻ എടുക്കുന്ന തരത്തിൽ ഒരു കാലനായി മാറുന്ന കാഴ്ചയാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത്. ഇത് നിയമവ്യവസ്ഥയുടെ വയലേഷനാണ്, നിയമവ്യവസ്ഥ അട്ടിമറിക്കലാണ്, വാസ്തവത്തിൽ ജനങ്ങളോടുള്ള ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. ഭരണഘടന സംരക്ഷിക്കാൻ, നിയമവ്യവസ്ഥ സംരക്ഷിക്കാൻ ഈ നാട്ടിൽ സംവിധാനങ്ങളുണ്ട്. വിദേശ രാജ്യങ്ങളിലെല്ലാം സമാധാനപരമായി നടത്തുന്ന പൂരങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. നമുക്കും അത് നടത്താവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സമാധാനപരമായിട്ടുള്ള, നിയമം പാലിച്ചുകൊണ്ടുള്ള, സുരക്ഷാ നടപടികൾ പാലിച്ചുകൊണ്ടുള്ള ഒരു പൂരം നടത്താനായിരിക്കണം സർക്കാരും പോലീസും കോടതിയും ശ്രമിക്കേണ്ടത്. അത് ശ്രമിക്കാനുള്ള നട്ടെല്ല് അല്ലെങ്കിൽ സത്യസന്ധത ഈ സ്ഥാപനങ്ങൾ കാണിച്ചാൽ മാത്രമേ ഇനിയും മരണങ്ങൾ ഒഴിവാക്കപ്പെടുകയുള്ളൂ.